ഹലോ ഫ്രണ്ട്സ്, ടെക് ലിസിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ഗോപ്രോയുടെ 7th ജനറേഷനായ ഗോപ്രോ ഹീറോ 7 ആണ് എൻ്റെ കയ്യിലുള്ളത്. ഹീറോ 7 മെയിനായിട്ട് 3 മോഡലുകളിൽ അവൈലബിൾ ആണ്. ഏറ്റവും ചീപ്പസ്റ്റ് മോഡലായിട്ടുള്ള വൈറ്റ്, കുറച്ചും കൂടെ മിഡ് റേഞ്ചിൽ വരുന്ന സിൽവർ, അതുപോലെ തന്നെ കുറച്ചും കൂടി ടോപ്പ് റേഞ്ചിൽ വരുന്ന ബ്ലാക്ക്. അങ്ങനെ 3 മോഡലുകൾ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് സിൽവർ മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ. ഈ ഗോപ്രോ നമ്മൾ വാങ്ങുമ്പോൾ ബോക്സിനകത്ത് ഒരു സ്റ്റാൻഡുമാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്ത് ആ സ്റ്റാൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ സ്റ്റിക്കുമ്മയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് സ്ക്രൂ ലൂസ് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റിക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഗോപ്രോയ്ക്ക് ചുറ്റും ഒരു കേസ് കാണാം. ഈ കേസും നമുക്ക് റിമൂവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു പോർഷൻ ജസ്റ്റ് പ്രസ് ചെയ്ത് അത് തുറക്കുക. അതിനുശേഷം ഈ ഗോപ്രോ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രെയിം പോലെ കാണാം. ആ ഫ്രെയിം താഴേക്ക് ആക്കുക. താഴേക്ക് ആക്കിയതിന് ശേഷം നമുക്കതിനുള്ളിൽ നിന്ന് ആ ഗോപ്രോ എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാമറ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. വെറും 94.4 ഗ്രാംസ് മാത്രമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നവർക്കും ട്രാവലിംഗ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു ക്യാമറയാണിത്. ഈ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ഈ മോഡ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടണാണ് പവർ ബട്ടൺ. അതിൻ്റെ മുകളിലായിട്ട് മൈക്ക് കാണാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഈ ഒരു ഡോട്ടാണ് അതിൻ്റെ സ്റ്റാറ്റസ് ലൈറ്റ്. ഇത് ക്യാമറ ഓൺ ആകുമ്പോഴും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവിടെ ലൈറ്റ് കാണാം. ഇനി ഇതിൻ്റെ താഴെയാണ് സ്പീക്കർ വരുന്നത്. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇനി മുകളിലായിട്ട് ഷട്ടർ ബട്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഷട്ടർ ബട്ടണാണിത്. ഇനി നമ്മൾ ക്യാമറയുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തുറക്കാം. അതിന് തുറക്കുമ്പോൾ ഇതിനകത്ത് 2 പോർട്ടുകളാണ് കാണാനായിട്ട് സാധിക്കുക. ഒന്ന് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ മറ്റേത് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടുമാണ്. ഇതാണ് നമ്മുടെ ഗോപ്രോയുടെ ചാർജിങ് കേബിൾ. ഇത് ടൈപ്പ് C to USB കണക്ടിവിറ്റി കേബിളാണ്. നമ്മുടെ ഗോപ്രോ ഹീറോ 7 വരുന്നത് ഇതിൻ്റെ ലെൻസ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ലെൻസ് നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ റിമൂവ് ചെയ്ത് അത് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് അത് മാറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ഹീറോ 7 കഴിഞ്ഞ് വരുന്ന ലേറ്റസ്റ്റ് മോഡലുകളിലൊക്കെ ഇത് അറ്റാച്ച്ഡ് ആണ്. നമുക്കത് സെപ്പറേറ്റ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് WDR എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അതായത് വൈഡ് ഡൈനാമിക് റേഞ്ചിലുള്ള ഫോട്ടോസ് നമുക്കിതിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇനി വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K 30 FPS വരെയുള്ള വീഡിയോസ് നമുക്കിതിൽ എടുക്കാനാകും. ഈ ക്യാമറ വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ 10 മീറ്റർ ഡെപ്തിൽ വരെ നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീഡിയോ സ്റ്റെബിലൈസേഷനാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാറിലോ ബൈക്കിലോ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കുന്നു, അതുപോലെ റണ്ണിങ്ങിലുള്ള വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോസിൽ ഷെയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഷെയ്ക്കൊന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഫീച്ചർ വളരെയധികം സഹായകരമാണ്. ഇതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഈ വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചർ. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് വളരെ ലെങ്ത്തുള്ള സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് അടുത്തേക്ക് കൊണ്ടുവന്ന് ഓണാക്കി അതിലേക്ക് കൊണ്ടുപിടിച്ച് വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ വോയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് ഗോപ്രോ ക്യാപ്ചർ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള ഫോട്ടോസും വീഡിയോസും ഈ ഒരു മോഡലിൽ എടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മോഡ് എന്ന് എഴുതിയിട്ടുള്ള പവർ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡ് കളറിൽ സ്റ്റാറ്റസ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ക്യാമറയുടെ സ്ക്രീൻ ഇതാണ്. വീഡിയോ ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. നമുക്ക് 4K എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ 4Kയിൽ വീഡിയോസ് എടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 15 സെക്കൻഡ് ക്ലിപ്പാണ്. അത് നമ്മൾ ഓൺ ആക്കുകയാണെങ്കിൽ 15 സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ വീഡിയോ റെക്കോർഡ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലോ മോഷൻ ഓപ്ഷനാണ്. 2x സ്പീഡ് വരെ നമുക്ക് സ്ലോ മോഷനിൽ വീഡിയോ എടുക്കാം. നെക്സ്റ്റ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി നമ്മൾ ഈ ടച്ച് സ്ക്രീനിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷനാണ് നമ്മുടെ വോയിസ് കൺട്രോൾ ഓപ്ഷൻ. അത് ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വോയിസ് കൺട്രോളിലൂടെ നമുക്ക് ഈ ഒരു ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമറ ബീപ്പ് ചെയ്യുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് ഓൺ ആക്കാനും ഓഫ് ആകാനുള്ളതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വിക്ക് ക്യാപ്ചർ എന്നുള്ള ഓപ്ഷനാണ്. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ഓട്ടോ സ്ക്രീൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പവർ ബട്ടൺ പറഞ്ഞല്ലോ, അതും എഴുതിയിരിക്കുന്നത് മോഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഡിഫറെൻറ്റ് മോഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഫോട്ടോയാണ് സെലക്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ സെലക്ട് ആയി. ഇനി ഒന്നും കൂടെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലാപ്സ് വീഡിയോ സെലക്ട് ആയി. ദെൻ നെക്സ്റ്റ് വീഡിയോ സെലക്ട് ആയി. അങ്ങനെ നമുക്ക് ഇത് മോഡുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ബട്ടൺ യൂസ് ചെയ്യാം. ഇത് നമുക്ക് മെയിനായിട്ട് ഉപകാരപ്രദമാവുന്നത് അണ്ടർ വാട്ടറിലൊക്കെ ചെയ്യുമ്പോഴാണ്. നമുക്ക് ടച്ച് സ്ക്രീൻ അപ്പോൾ വർക്കാവില്ല. അപ്പോൾ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ഫോട്ടോ മോഡ് ഓൺ ആക്കുമ്പോഴുള്ള ഓപ്ഷൻസ് ആണ്. നമുക്കിതിൽ ടൈമർ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബേസ്റ്റ് ഓൺ ആക്കി നമുക്ക് കുറച്ച് സെക്കൻഡ്സിന് ഇടയിലുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്ന ഓപ്ഷൻസ്. നേരത്തെ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു ടൈം ലാപ്സ് വീഡിയോ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ്, അതായത് സൺസെറ്റ് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം ലാപ്സ് വീഡിയോ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഫോണിലേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗോപ്രോ എന്ന് പറഞ്ഞ ആപ്പ് അവൈലബിൾ ആണ്. ഇത് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും അപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. മോഡലിൽ വൈഫൈയും ബ്ലൂടൂത്തും GPS ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ലൊക്കേഷനും എലിവേഷനൊക്കെ ടാഗ് ചെയ്യാനായിട്ട് GPS പെർഫോമൻസ് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. ഇനി ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതിൻ്റെ ബാറ്ററി ചാർജ് തീരുകയാണെങ്കിൽ നമ്മളിത് ചാർജ് ചെയ്യാനായിട്ട് ക്യാമറ തന്നെ ചാർജ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഹയർ വേർഷൻസ് തന്നെയായിരിക്കും നല്ലത്. അതല്ലാതെ സാധാരണ ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് 4K ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ക്യാമറ തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.